സ്കെയിൽ വരെയാണ് നമ്മൾ എടുത്തത്. IRSും DRSും CRSും എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് കോപ്സ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. കോപ്സ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഇത് അവരെന്ന് വെച്ചാൽ കോപ്സും ഡഗ്ലസും എന്ന് പറയുന്ന 2 എക്കണോമിസ്റ്റ് അമേരിക്കൻ ഇൻഡസ്ട്രീസ് പോയി പഠനം നടത്തിയിട്ട് അവർ ക്രിയേറ്റ് ചെയ്ത ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ് കോപ്സ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് Q is equal to x1 raised to alpha into x2 raised to beta. x1ഉം x2ഉം 2 ഇൻപുട്ടുകളാണ്. x1ഉം x2ഉം എന്താ ഇൻപുട്ട് 1ഉം x2 എന്ന് പറയുന്നത് ഇൻപുട്ട് 2ഉമാണ്. Q എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ആണ്. Q is the quantity of output. x1ഉം x2 എന്ന് പറയുന്ന 2 ഇൻപുട്ടുകളാണ്. അപ്പോൾ ഇതിൻ്റെ x1 raised to alpha into x2 raised to beta is equal to Q. അതാണ് കോപ്സ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് Q ഡാഷ് ഇസ് ഈക്വൽ ടു നമുക്ക് T ടൈംസ് x1 ഇൻപുട്ടിലും ചേഞ്ച് വരുത്തി T ടൈംസ് x2 ഇൻപുട്ടിലും എന്ത് ചെയ്തു ചേഞ്ചസ് വരുത്തിയെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എത്രയും ഇൻക്രീസ് ചെയ്തു എന്നാണ് അവരുടെ നിഗമനം. T raised to alpha plus beta into x1 raised to alpha into x2 raised to beta. അത്രയും ടൈംസ് പ്രൊഡക്ഷൻ എന്ത് ചെയ്തു ഇൻക്രീസ് ചെയ്തു. എന്താണെന്ന് വെച്ചാൽ അത്രയും നമുക്ക് എന്ത് ചെയ്തു ഔട്ട്പുട്ട് കിട്ടി. എന്ന് വെച്ചാൽ Qവിൽ നിന്ന് Q ഡാഷ് ആകാൻ കാരണം എന്താണെന്ന് വെക്കുന്നത് T ടൈംസ് ആണ് നമ്മുടെ ഇൻപുട്ട് രണ്ടും എന്ത് ചെയ്ത ചേഞ്ചസ് വന്നെങ്കിൽ T raised to alpha plus beta ടൈംസ് എന്ത് ചെയ്തു നമ്മുടെ ഇൻപുട്ട് ഇൻക്രീസ് ചെയ്തെങ്കിൽ നമുക്ക് കിട്ടിയ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും Q ഡാഷ് ആയിരിക്കും. Q dash is equal to T raised to alpha plus beta into x1 raised to alpha into എന്താ x2 raised to beta. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ എക്സാമ്പിൾ 3.6 നമുക്ക് പഠിക്കാം. പ്രോബ്ലംസ് ആണ്. ഒന്ന് ജസ്റ്റ് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ ചോദിക്കാറുള്ളതാണ് കോപ്സ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ 3.6 നമുക്ക് Q തന്നിട്ടുണ്ട് 5x1 into x1 raised to 2 into x2 raised to 4. Find the Q എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ x1 നമുക്ക് എത്ര തന്നിട്ടുള്ളത് x1 3ഉം x2 നമുക്ക് 2ഉമാണ് തന്നിട്ടുള്ളത്. x1 3ഉം x2 എത്രയും നമുക്ക് 2ഉം തന്നിട്ടുണ്ട്. അപ്പോൾ Q is equal to 5 into x1 raised to 2 into x2 raised to 4 ആണെങ്കിൽ നമ്മളോട് Q കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. x1 എന്ന് പറയുന്നത് 3ഉം x2 എന്ന് പറയുന്നത് എത്രയും 2ഉമാണ്. അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് കണ്ടുപിടിക്കണമെങ്കിൽ Q is equal to നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ എടുത്തത് x1 raised to 2 into x2 raised to എന്താ 4. 5 into x1 എന്ന് പറയുന്നത് ഇവിടെ 3 raised to 2 into x2 എന്ന് പറയുന്നത് 2 raised to എന്താ 4. 3 raised to 2 എന്ന് പറയുന്നത് 3ന് 2 പ്രാവശ്യം എന്ത് ചെയ്യുക മൾട്ടിപ്ലൈ ചെയ്യുക 9. 2 raised to 4 എന്ന് പറയുന്നത് 2ന് 4 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ 16. അപ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് Q is equal to എത്ര കിട്ടും 720 യൂണിറ്റ്സ്. എത്ര കിട്ടും 720 യൂണിറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് കിട്ടി. നമ്മളൊന്നുമില്ല x1ൻ്റെയും x2ൻ്റെയും വാല്യൂ ഈ ഇക്വേഷനിൽ എന്ത് ചെയ്യുക സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് എന്ത് ചെയ്യുക ഫൈൻഡ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇനി പഠിക്കാനുള്ളത് പ്രോബ്ലംസ്. ഇതിലൊരു കേസ് ഉണ്ട്. നമുക്ക് പറഞ്ഞല്ലോ T raised to alpha plus beta ആണ് നമ്മളുടെ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നത് T raised to alpha plus beta ആണ് ഇൻക്രീസ് ചെയ്യുന്നതെങ്കിൽ ഈ ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ ഈക്വൽ ടു 1 ആണെങ്കിൽ അത് കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ. എന്ന് വെച്ചാൽ പെർസെൻറ്റേജ് ഓഫ് ഔട്ട്പുട്ട് എന്തിന് ഈക്വൽ ആയിരിക്കും പെർസെൻറ്റേജ് ഓഫ് ഇൻപുട്ടിന് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ആൽഫ പ്ലസ് ബീറ്റ ഈസ് ലെസ് ദാൻ 1 ആണെങ്കിൽ എന്തായിരിക്കും DRS ആയിരിക്കും. DRS എന്ന് പറയുന്നത് എന്താ ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത് എന്താ പെർസെൻറ്റേജ് ഓഫ് ഔട്ട്പുട്ട് ഈസ് ലെസ് ദാൻ ദി എന്തായിരിക്കും പെർസെൻറ്റേജ് ഓഫ് ഇൻപുട്ട്. ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഗ്രേറ്റർ ദാൻ 1. ഗ്രേറ്റർ ദാൻ 1 മീൻസ് എന്താ IRS ഇൻക്രീസിങ് റിട്ടേൺസ് ടു എന്താ സ്കെയിൽ. അപ്പോൾ ഇത്രയും 3 കണ്ടീഷൻസ് നമുക്ക് ഉണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് ആൽഫ എന്ന് പറയുന്നത് ഇവിടെ 2ഉം അല്ലേ x1ൻ്റെ പവറാണ്. ഇതാണ് ആൽഫ, ഇതെന്താ ബീറ്റ. ബീറ്റ എന്ന് പറയുന്നത് എത്രയായിരിക്കും 4ഉം ആണെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു 2 + 4 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ 6 ഈസ് ഗ്രേറ്റർ ദാൻ എന്താ 1. ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ നമ്മുടെ ഇതേതായിരിക്കും ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ആയിരിക്കും. എന്തായിരിക്കും ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. അപ്പോൾ കോപ്സ് ഡഗ്ലസ് സ്ട്രക്ചറിൽ നമുക്ക് എന്തൊക്കെയാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ നമുക്ക് എന്തൊക്കെയാണ് മനസ്സിലാവുന്നത് T ടൈംസ് ഇൻപുട്ടിൽ എന്തോരം ചേഞ്ച് വരുന്നോ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ടിനും എന്തുണ്ടാകും ചേഞ്ച് ഉണ്ടാകും. അത് T raised to alpha plus beta ടൈംസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു ഈ സമ്മ 1 വന്നാൽ അതെന്തായിരിക്കും കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിലും ലെസ് ദാൻ 1 വന്നാൽ ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിലും ഗ്രേറ്റർ ദാൻ 1 വന്നാൽ ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിലും ആയിരിക്കും. ഇത്രയുമാണ് പ്രോബ്ലംസ് ചെയ്യാനുള്ളത്. പിന്നെ നെക്സ്റ്റ് നമുക്ക് എക്സസൈസ് 3.7 ആണ്.
3.7 നമുക്ക് ക്വസ്റ്റ്യന് Q is equal to 2.5 into x1 raised to എന്താ 0.75 x2 raised to 0.25 ആണ്. പിന്നെ വേർ x1 is equal to 100, x1 എത്രയാണ് 100 ആണ്, x2 എത്രയാണ് 100 ആണ് എങ്കിൽ ഫൈൻഡ് എന്താണ് വയ്ക്കുന്നത് Q എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഫൈൻഡ് എന്താ Q. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം Q is equal to നമ്മുടെ ഇക്വേഷൻ 2.5 into x1 raised to 0.5 into x2 raised to എന്താ 0.25. ഇനി നമുക്ക് x1ൻ്റെയും x2ൻ്റെയും വാല്യൂസ് എന്ത് ചെയ്യാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2.5 into 100 raised to 0.75 into 100 raised to എന്താ 0.25. നമുക്കിവിടെ രണ്ടും 100 ആണ്, x1ഉം x2ഉം എന്താ ഇവിടെ ഈക്വൽ ആണ്. അപ്പോൾ a raised to m into a raised to n പവർ മാത്രമേ എൻ്റെ ഉള്ള വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇക്വേഷൻ തരും a raised to എന്താ m plus n എന്ന് വരും. a raised to m plus n. അപ്പോൾ 2.5 into 100 raised to എത്ര വരും 0.25 പ്ലസ് എത്രയാ 0.75 എത്ര വരും 1 എന്ന് വരും. 0.75 പ്ലസ് 0.25 എത്രയാ 1. അപ്പോൾ 2.5 into 100 raised to എന്തെന്നാ 1 എന്ന് വരും. അപ്പോൾ എത്ര വരും 2.5 into എന്തെന്ന് വരും 100. 2.5 into 100 എന്ന് പറയാൻ എത്രയാ 250. ഇതാണ് നമ്മുടെ ക്വാണ്ടിറ്റി ഓഫ് എന്താ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇവിടെ ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ നോക്കാം. ആൽഫ എന്ന് പറയുന്നത് 0.75 ബീറ്റ എന്ന് പറയുന്നത് എന്താ 0.25 ആണ്. അപ്പോൾ എന്തെങ്കിലും 0.75 പ്ലസ് 0.25 ഇസ് ഈക്വൽ ടു എത്രയാ 1. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു 1 മീൻസ് അതെന്തായിരിക്കും കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ CRS ആയിരിക്കും. അതായിരിക്കും കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ. അപ്പോൾ നമ്മൾ ആദ്യം Q is equal to എന്താ 2.5 into x1 raised to 0.75 into x2 raised to 0.25 ആണെങ്കിൽ x1ഉം x2ഉം ഇവിടെ 100 തന്നിട്ടുണ്ട്, നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇത് രണ്ടും പവർ എന്ത് ചെയ്യാം നമുക്ക് ആഡ് ചെയ്യാം. കാരണം 100 ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. ഇതൊക്കെ 9th പഠിച്ചിട്ടുള്ള സെയിം ഇക്വേഷൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇത്ര 1 എന്ന് കിട്ടി. അപ്പോൾ 250 നമുക്ക് എന്ത് കിട്ടി ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ കിട്ടി. അങ്ങനെയാണെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ എത്രയാണ് 1 ആണെങ്കിൽ അതായിരിക്കും കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആയിരിക്കും. ഇത്രയുമാണ് ഇതിലുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കുന്നത് കോസ്റ്റ് എന്താണ്. നമ്മൾ പ്രൊഡക്ഷൻ എന്താണെന്ന് പഠിച്ചു അല്ലേ. നമ്മൾ കഴിഞ്ഞ സെക്ഷൻ നമുക്ക് ഫുൾ എന്തായിരുന്നു നമ്മൾ പഠിച്ചത് നമ്മളുടെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണെന്ന് പഠിച്ചു. പിന്നെ ലോങ് റണ്ണും ഷോർട്ട് റണ്ണും പഠിച്ചു. പിന്നെ ആവറേജ് പ്രൊഡക്ഷൻ, ടോട്ടൽ പ്രൊഡക്ഷൻ, എന്താ മാർജിനൽ പ്രൊഡക്റ്റ്. ഇനി പ്രൊഡക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം പഠിക്കാൻ കോസ്റ്റ് പഠിക്കണം. എന്തായിരിക്കും കോസ്റ്റ് എന്ന് പറയുന്നത്. വാട്ട് യു മീൻ ബൈ കോസ്റ്റ്. കോസ്റ്റ് എന്ന് പറയുന്നത് അതായത് ചെലവാണ്. ചെലവെന്ന് പറയുമ്പോൾ നമ്മൾ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഒരു ഉൽപ്പാദക യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ഉൽപ്പാദകൻ വഹിക്കുന്ന എന്ന് പറയുന്നത് ആ എക്സ്പെൻഡിച്ചറിനെയാണ് എന്തെന്ന് പറയുന്നത് കോസ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് കോസ്റ്റ് ഈസ് റെഫേഴ്സ് ടു ദി എക്സ്പെൻസസ് ഇൻക്വേർഡ് ബൈ എ പ്രൊഡ്യൂസർ ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഒരു പ്രൊഡ്യൂസർ എന്താ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പ്രൊഡ്യൂസറിന് ചിലവാകുന്ന എക്സ്പെൻസസിനെ ആണ് എന്തെന്ന് പറയുന്നത് കോസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും കോസ്റ്റ് എന്ന് പറയുന്നത് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് എന്താ Q. എന്തായിരിക്കും ഔട്ട്പുട്ടിൻ്റെ ഫംഗ്ഷൻ ആയിരിക്കും എന്താ കോസ്റ്റ് എന്ന് പറയുന്നത്. എന്താ കോസ്റ്റ് ഇസ് ഈക്വൽ ടു എന്താ ഫംഗ്ഷൻ ഓഫ് ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്. ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ടിൻ്റെ ഫംഗ്ഷൻ ആയിരിക്കും എന്താ കോസ്റ്റ് എന്ന് പറയുന്നത്. കോസ്റ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി എന്താ എക്സ്പെൻസസ് ഇൻക്വേർഡ് ബൈ എ പ്രൊഡ്യൂസർ ടു പ്രൊഡ്യൂസ് എന്താ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഒരു പ്രൊഡ്യൂസർ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ വഹിക്കുന്ന ആ ചെലവിനെയാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേജസ്, റെൻറ്റ് കോസ്റ്റിന് എക്സാമ്പിളാണ്. സിറ്റി ചാർജസ്, കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ് അല്ലെ, ഇലക്ട്രിസിറ്റി ബില്ല്, ട്രാൻസ്പോർട്ടേഷൻ, വിയർ ആൻഡ് ടിയർ എക്സ്പെൻസസ്, ഇതൊക്കെ എന്താണ് വയ്ക്കുന്നത്. പിന്നെ എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ വഹിക്കുന്ന എക്സ്പെൻഡിച്ചർ, ഇതൊക്കെ എന്താ കോസ്റ്റിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് നമുക്ക് നമ്മൾ പ്രൊഡക്റ്റ് പഠിച്ചതുപോലെ തന്നെ ഷോർട്ട് റൺ കോസ്റ്റും ലോങ് റൺ കോസ്റ്റും ഉണ്ട്. അതുകൊണ്ട് ഷോർട്ട് റൺ കോസ്റ്റും ലോങ് റൺ കോസ്റ്റും. അപ്പോൾ ഷോർട്ട് റൺ കോസ്റ്റ് എന്ന് പറയുന്നത് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ സം ഫാക്ടേഴ്സ് ആർ കോൺസ്റ്റന്റ് ബൈ അതർ എന്താ വേരിയബിൾ. ചില ഫാക്ടേഴ്സ് മാത്രം എന്താ കോൺസ്റ്റന്റും ബാക്കിയുള്ളതെല്ലാം എന്തായിരിക്കും വേരി ചെയ്യുന്നതുമായിരിക്കും എന്താ ഷോർട്ട് റൺ കോസ്റ്റിൽ. അതായത് ഷോർട്ട് റണ്ണിൽ കോസ്റ്റ് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും ടോട്ടൽ വേരിയബിൾ കോസ്റ്റുമാണ്. എന്തായിരിക്കും ഷോർട്ട് റണ്ണിൽ എന്തായിരിക്കും എല്ലാം കോസ്റ്റ് നമ്മൾ രണ്ടായിട്ടുണ്ട്. ഷോർട്ട് റണ്ണിൽ നമ്മൾക്ക് സം ഫാക്ടേഴ്സ് അതായത് ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ എന്തായിരിക്കും ചില ഫാക്ടേഴ്സ് കോൺസ്റ്റന്റുമായിരിക്കും, ചില ഫാക്ടേഴ്സ് എന്താ വേരിയബിളുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ കോസ്റ്റ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ഷോർട്ട് റൺ കോസ്റ്റിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തേക്കുന്നത് എന്തൊക്കെ നേരിട്ട് TVC ആൻഡ് TFC. എന്തൊക്കെയാണ് TVC ആൻഡ്
TFC എന്ന് വെച്ചാൽ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. F മീൻസ് ഫിക്സഡ്, V മീൻസ് വേരിയബിൾ. അപ്പോൾ എന്തൊക്കെയായിട്ട് ഷോർട്ട് റൺ കോസ്റ്റിനെ രണ്ടായിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട്, ഷോർട്ട് റൺ വേരിയബിൾ കോസ്റ്റ് ആൻഡ് ഷോർട്ട് റൺ ഫിക്സഡ് കോസ്റ്റ്. ഷോർട്ട് റൺ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ദ ടോട്ടൽ കോസ്റ്റ് ഇൻകേർഡ് ബൈ എ പ്രൊഡ്യൂസർ ഫോർ പർച്ചേസ് ഫോർ ദി ഫിക്സഡ് യൂണിറ്റ്സ്. ഫിക്സഡ് ഇൻപുട്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രൊഡ്യൂസർ വഹിക്കുന്ന ചിലവുകളെയാണ് എന്തെന്ന് പറയുന്നത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ TFC എന്ന് പറയുന്നത് എന്താ, ഒരു പ്രൊഡ്യൂസർ ഫിക്സഡ് ഇൻപുട്സ് എന്താ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു പ്രൊഡ്യൂസർ ഫിക്സഡ് ഇൻപുട്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ വഹിക്കുന്ന, ആ പ്രൊഡ്യൂസർ വഹിക്കുന്ന ചിലവിനെ ആണ് എന്തെന്ന് പറയുന്നത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അത് TFC എന്ന് പറയുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഷോർട്ട് റണ്ണിൽ ഫിക്സഡ് കോസ്റ്റ് എന്തിരിക്കില്ല, നമ്മുടെ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ടിനനുസരിച്ച് എന്ത് ചെയ്യില്ല, ചേഞ്ച് ചെയ്യില്ല. എന്താണ് ഷോർട്ട് റണ്ണിൽ ഫിക്സഡ് കോസ്റ്റ് എന്ത് ചെയ്യില്ല, ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ടിന് എന്ത് ചെയ്യില്ല, ചേഞ്ച് ചെയ്യില്ല. കാരണം നമ്മളൊരു മെഷീനറി വാങ്ങി, ആ മെഷീനറി എന്ത് ചെയ്യില്ല, നമ്മൾക്ക് ആ മെഷീനറിയിൽ നമുക്ക് എന്തോരം ഒരു 100 യൂണിറ്റ്സോ അല്ലെങ്കിൽ 1000 യൂണിറ്റ്സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ മെഷീനറി എന്താ ഫിക്സ്ഡ് ആണ്, അവിടെ ഫിക്സ്ഡ് ഇൻപുട്ടാണ്, അതിന് ചേഞ്ചസ് വരുന്നില്ല. പക്ഷേ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ടിൽ എന്ത് വരാം, ചേഞ്ചസ് ഉണ്ടാകാം. അപ്പോൾ എന്താ വയ്ക്കുന്നത്, ഫിക്സഡ് കോസ്റ്റ് ഓഫ് ദ കോസ്റ്റ് വിച്ച് ഡു നോട്ട് ചേഞ്ച് വിത്ത് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഓഫ് എന്താ ഔട്ട്പുട്ട്. അപ്പോൾ ഔട്ട്പുട്ട് ചേഞ്ച് ആയാലും ഇൻപുട്ട് എന്തായിരിക്കും, ഫിക്സ്ഡ് ആണ്. അതാണ് ഷോർട്ട് റൺ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ലാൻഡും ബിൽഡിങ്ങിൻ്റെ റെൻറ്റിന് ചേഞ്ചസ് വരുന്നില്ല. എക്സാമ്പിൾ പെർമനൻറ്റ് സ്റ്റാഫിൻ്റെ സാലറിക്ക് ചേഞ്ചസ് വരുന്നില്ല, ലോണിൻ്റെ ഇൻട്രസ്റ്റിന് ചേഞ്ചസ് വരുന്നില്ല, ഇൻഷുറൻസ് പ്രീമിയം, ഇതൊക്കെ എന്താ ഫിക്സഡ് കോസ്റ്റ് ആണ്. നെക്സ്റ്റ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. ഓക്കെ, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഒരു ടോട്ടൽ കോസ്റ്റ് ഇൻവേർഡ് ബൈ എ പ്രൊഡ്യൂസർ ഓൺ വേരിയബിൾ ഇൻപുട്സ്. വേരിയബിൾ ഇൻപുട്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഡ്യൂസറിന് ഉണ്ടാകുന്ന ചിലവിനെയാണ് എന്തെന്ന് പറയുന്നത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ റോ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ എന്താ പ്രൈസ് എന്ത് ചെയ്തുകൊണ്ട് ടൈം ടു ടൈം എന്ത് ചെയ്യുന്നത്, ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് വയ്ക്കുന്നത്, ദീസ് ചേഞ്ചസ് ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ചേഞ്ച് ആകുന്നതിനനുസരിച്ച് ഈ വേരിയബിൾ ഇൻപുട്ടിൻ്റെയും ക്വാണ്ടിറ്റി എന്ത് ചെയ്യും, ചേഞ്ച് ആകും. അതാണ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ് വയ്ക്കുന്നത്, കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ്, പിന്നെ എന്താ എനർജി ലോ കോസ്റ്റ്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അല്ലെ, ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും വിലയൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ചേഞ്ച് ആകും. അതിനനുസരിച്ച് വെജിറ്റബിൾസിൻ്റെ വിലയും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യും. അതാണ് ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ചേഞ്ച് ആകുന്നതിനനുസരിച്ച് കോസ്റ്റും എന്ത് ചെയ്യും, ചേഞ്ച് ആകും. അതാണ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. വേരിയബിൾ ഇൻപുട്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഒരു പ്രൊഡ്യൂസർ വഹിക്കുന്ന ചിലവാണ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ ബിക്കംസ് എന്താ സീറോ ആണെങ്കിൽ വേരിയബിൾ കോസ്റ്റും എന്തായിരിക്കും, സീറോ. പ്രൊഡക്ഷൻ ഒന്നും നടന്നില്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റും എന്തായിരിക്കും, സീറോ ആയിരിക്കും. പക്ഷേ TFCയുടെ കേസിൽ അങ്ങനെയല്ല, പ്രൊഡക്ഷൻ ഒന്നും നടന്നില്ലെങ്കിൽ ഫിക്സഡ് ഇൻപുട്സിൻ്റെ കോസ്റ്റും എന്തായിരിക്കില്ല, സീറോ ആയിരിക്കില്ല. ഇനി നമുക്ക് ടോട്ടൽ കോസ്റ്റ് TC കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെ സമ്മിനെയാണ് TC എന്ന് പറയുന്നത്. ടോട്ടൽ കോസ്റ്റ് ഈസ് ദ സം ഓഫ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, പഠിച്ചു വെക്കണം. ഇതിനെ ബേസാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രോബ്ലംസ് ബോർഡ് എക്സാമിന് ഉണ്ടാവുന്നത്. 8 മാർക്കിനൊക്കെയാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ TVC ഈസ് ഈക്വൽ ടു എന്താ, TC ഈസ് ഈക്വൽ ടു TVC പ്ലസ് TFC. അപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് പ്ലസ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. അപ്പോൾ TC ടോട്ടൽ കോസ്റ്റ് ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താ, TVC പ്ലസ് TFC ആണ് ടോട്ടൽ കോസ്റ്റ് ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ. ഇത്രയും പോർഷൻസ് എനിക്ക് പഠിച്ചിട്ടൊന്ന് നോട്ട്സ് സെൻഡ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ. ഹാപ്പി ഓണം എല്ലാവർക്കും.